ഇത് പെട്ടെന്നുണ്ടാക്കിയൊരു ബർത്ത്ഡേ സർപ്രൈസ് കേക്കായിരുന്നു. ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും വേണ്ട, വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ജാപ്പനീസ് ചീസ് കേക്കാണ്. അതിനായിട്ട് ഒരു പാത്രത്തിൽ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഡ്രൈ ബൗൾ അതിൻ്റെ മണ്ണിലോട്ട് വെച്ചിട്ട് 150 ഗ്രാം ക്രീം ചീസും 30 ഗ്രാം ബട്ടർ 50 ml മിൽക്ക് കൂടിയിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലംസ് ഒക്കെ ഒന്ന് മാറി സ്മൂത്തായിട്ട് ഇതുപോലെ നല്ലൊരു ബാറ്ററായിട്ട് കിട്ടും. അത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അതിലോട്ട് 2 മുട്ടയുടെ മഞ്ഞയിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വിസ്ക് ചെയ്ത് കൊടുക്കാം. മുട്ടയുടെ മഞ്ഞ ഇടുമ്പം അതിനൊരു കളർ ചേഞ്ച് വരും, ഒരു യെല്ലോ കളർ. അതിനുശേഷം ഇതിലേക്ക് 40 ഗ്രാം മൈദയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലംസ് ഒക്കെ ഒന്ന് മാറ്റി സ്മൂത്ത് ആക്കിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനിയൊരു ഡ്രൈ ബൗളിലോട്ട് 2 മുട്ടയുടെ വെള്ളം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഒരു 70 ഗ്രാം ഷുഗർ കുറേശ്ശെ ഇട്ട് ബീറ്റ് ചെയ്ത് നല്ലൊരു സ്റ്റിഫ് പീക്ക് ആകുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്യണം. എഗ്ഗ് നല്ലോണം ബീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. മൈദയുടെ ബാറ്ററിലോട്ട് ഈ എഗ് വൈറ്റ് ഗ്രാജുവലി ഇട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. വിസ്ക് വെച്ച് വേണമെങ്കിലും ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാട് മിക്സ് ചെയ്യല്, ആ മുട്ടയുടെ എയറി ടെക്സ്ചർ അങ്ങ് മാറും. പതിയെ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ഈ കേക്ക് ചൂടുവെള്ളം ഒഴിച്ചാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 160 ഡിഗ്രിയിൽ ഒരു 55 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഈ ബാറ്റർ നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മറ്റൊരു ബേക്കിംഗ് ട്രേയിലോട്ട് തിളച്ച വെള്ളം ഇതുപോലെ ഒരു 1.5 ഇഞ്ച് ഒഴിച്ചു കൊടുക്കണം. കേക്ക് റെഡി ആയതിന് ശേഷം കൊക്കോ പൗഡർ ഒന്ന് മേളിലൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെ ട്രൈ ചെയ്യുമല്ലേ?